മഞ്ചൂത്തര കുഞ്ച തല മഞ്ചൂത്തര കുഞ്ച പ്രിൻസിപ്പളിനോടോ ഉണയിക്കാൻ കോട്ടേഴ്സിലേക്ക് പോയി പറഞ്ഞല്ലേ? ഞാൻ വരുമ്പോ എപ്പോഴും അതെ, ഒന്നുകിൽ ഉണയിരിക്കാൻ പോകും, അല്ലെ കാപ്പ് കുടിക്കാൻ പോകും. ഇതൊന്നും അല്ലെങ്കിൽ ലീവ്. 1 മണി വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. തന്റെ വിശദീകരണം ഒന്നും വേണ്ട, എനിക്ക് സമയമില്ല. 3 മണിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് ഉള്ളതാ, വേമ്പ വിളിച്ചോട്ടോ. 10 മണിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളെന്ന് പറഞ്ഞതാ, ഇക്കണ്ട നേരം വരെ കാത്തു കണ്ടില്ല. ഇനി പന്നത്തിൽ കൈവയ്ക്കുമ്പോഴാവും വരവ്, ഇങ്ങോട്ട് ചുണ്ടിയെടുക്കും. പറഞ്ഞ സമയത്ത് വരാതെ തോന്നി നേരത്ത് കയറി വന്നിട്ട് പിന്നെ ചുണ്ടി എടുക്കണ എന്തിനാ? അത് അയാളുടെ ചോദിക്കണം. ചോദിച്ചൂടെ നിങ്ങൾക്ക്? എന്റെ അമ്മണി, നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണേ? സെക്രട്ടറി എന്ന് വെച്ചാ ആരാ? ഈ സ്ഥാപനത്തിന്റെ സർവാധികാരിയാ, സർക്കാരിന്റെ പ്രതിനിധി. പാർട്ടിയിൽ അയാളുടെ നിലയും വില എന്താണെന്നറിയോ നിനക്ക്? എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. അയാളുടെ മുഷ്ണം നമ്മുടെ അത്താഴം മുടങ്ങും. എനിക്കാണ് ഈ പഴയ പോലെ വേഷം കെട്ടാനും ചൊല്ലിയാടാനൊന്നും വയ്യേനും. ഈ അച്ഛന് വെറുതെ പേടിയാ. പേടിക്കേണ്ടവരെ പേടിക്കണം. ആ മാധവനുണ്ണി മാഷൊക്കെ പറയാനുള്ള എന്താ വെച്ചാ മുഖത്ത് നോക്കി പറയണുണ്ടല്ലോ, സെക്രട്ടറി ആയാലും ചെയർമാൻ ആയാലും. അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം BA കാരനാ. ഇത് വെറും 5ാം ക്ലാസ്സാ. വകുപ്പും റൂളൊന്നും അറിയില്ലേ. ആശാനെ, പറഞ്ഞ പോലെ കണ്ടോ? വന്നു. എത്തിയോ ശങ്കരാ? വേഗം വരാൻ പറഞ്ഞു. അയാൾക്ക് പോവാൻ തുടുക്കണ്ട അത്രേ. ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി അച്ഛാ. അയാൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും തിരക്കേടൊന്നുമില്ല. 3 മണിക്ക് ജനറൽ ബോഡിക്ക് പോകണമെന്ന്. വേണ്ട, അയാൾക്ക് ഇനി ബോഡിക്ക് സമയം തരണ്ട. പോയിട്ട് വേഗം വാ, എന്നിട്ട് കുറച്ചുകൂടെ ഉണ്ണാ. വേണ്ട, എന്തെങ്കിലും കാരണം പറഞ്ഞ് മനുഷ്യനെ പന്ത് തട്ടണ പോലെ തട്ടും, വിശപ്പ് കെടും. വേണ്ട ശങ്കര, നമുക്ക് മാധവണ്ണി മാഷം കൂടി വിളിച്ചിട്ട് പോയാലോ? മെക്കെട്ട് കയറുകയാണെങ്കിൽ എന്തെങ്കിലും നല്ല 2 വാക്ക് പറയാൻ സഹായാവല്ലോ. വൈകോ? പോണ വഴിക്കല്ലേ. ആയിക്കോട്ടെ. ആശാൻ ഇരിക്കുന്നില്ല? ഏട്ടനില്ലേ ഇവിടെ? ഉണ്ട്, വിളിക്കാം. ഇരിക്കും, ഒന്ന് വിളിക്കും. ആശാനെ, സമയം വയ്യ, എനിക്കൂടെ കിട്ടൂട്ടോ. 1 മിനിറ്റ്. എന്താ ആശാനെ വിശേഷിച്ച്? ഇല്ല, ഒന്നുമില്ല. നമ്മുടെ സെക്രട്ടറി വന്നിട്ടേ. ഓ, ഇപ്പോഴാ എത്തിയേ? എന്റെ കൂടെ ഒന്ന് വരണം, ഒരു കൂട്ട്. ഞാൻ എന്തിനാ വരണേ? അല്ല, ചിലപ്പോ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറും. എന്തിന്? നന്ദഗോപാലിന്റെ കേസിൽ എന്റെ മൊഴി അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അയാളൊരു നല്ല കലാകാരനാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞല്ലോ. ആശാ സത്യമല്ലേ പറഞ്ഞത്? അതെ, എങ്കിലും അത് കലാമന്ദിരത്തിന്റെ കമ്മിറ്റിയുടെ താല്പര്യം അതല്ലല്ലോ.
നന്ദഗോപാലൻ പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്നാണല്ലോ വരുത്തേണ്ടത്. അയാൾ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരണോണ്ട് ആശാൻ എന്തെങ്കിലും ദോഷമുണ്ടോ? എനിക്കെന്താ ദോഷം? പക്ഷേ കമ്മിറ്റിയും മറ്റ് ആശാന്മാരും കുട്ടികളും ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും ഓർക്കാതെ ആളൊരു ബഹുവും മിടുക്കനാണെന്ന് ഞാനിവിടെ പറയുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ എനിക്ക് മെമ്മോ തരുവാണോ? തരട്ടെന്ന്. ഈ മെമ്മോ എന്ന് പറയണത് ആറ്റം ബൊമ്മൊന്നും അല്ലല്ലോ. ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താ പോരെ? ആശാന് കുടിക്കാൻ നാരങ്ങ എടുക്കട്ടെ? വേണ്ട, അതൊന്നും വേണ്ട, സമയമില്ല. വേണമെങ്കിൽ ഗ്ലാസ് വെള്ളം എടുത്തോളൂ. എന്റെ തൊണ്ട വരലണു. ആശാനെ സമയം. ഓ, അല്ലെങ്കിൽ വെള്ളം വേണ്ട, നമുക്ക് ഇറങ്ങാം. ആശാൻ ഇങ്ങനെ പേടിച്ചാലോ? ശങ്കര, നീ വയ്ക്കോ. ആശാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ മതി. ചെത്തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മനഃപൂർവ്വം മത്സരിക്കായിരുന്നതാ. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. അതുപോലെ ഇപ്പൊ ഈ നീലാണ്ടറൊക്കെ ഒന്ന് പരിചയം കാണിക്കട്ടെ. അപ്പിയിടും അപ്പി. ഇന്നലത്തെ ചെക്കന്മാര് ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, ബോധമുണ്ട്. ഇപ്പോ ഞാനിരിക്കുന്ന ഈ കസേര ഇവനൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? കലാമന്ദിരത്തിൽ നേതാവിന് നോട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല, സത്യം. ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കഥകളിയും കോലുകളിയൊക്കെ ആർക്ക് താല്പര്യം? മുഖ്യമന്ത്രി പറഞ്ഞു, വേലായുധ, ഈ കലാമന്ദിരം വേലായുധം ശരിപ്പെടുത്തി എടുക്കണം. കമാന്നൊരു അക്ഷരം എതിര് പറഞ്ഞില്ല, അനുസരിച്ചു. അതാണ് അച്ചടക്കം. എനിക്ക് വേണേ ഖാദി ബോർഡ് കിട്ടും, കശുവണ്ടി കിട്ടും, വിദേശ മദ്യം കിട്ടും. പക്ഷെ ഞാൻ നാവെടുത്ത് ചോദിച്ചിട്ടില്ല. എന്റെ സേവനം ഇവിടെയാണ് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഞാൻ ശരിപ്പെടുത്തി എടുക്കും, അതുറപ്പാ. ഇവിടെ അത്ര മോശമൊന്നുമല്ല. 1-2 വിദേശയാത്ര തരപ്പെടുമല്ലോ. ഫണ്ടില്ലെന്നേ. കാശില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഫണ്ട് പിരിക്കാനുള്ള ആലോചനയൊക്കെ ഉണ്ട്. എന്തിനു വേള്? വരുന്നുണ്ട്, വരും, ഇപ്പൊ വരും. തന്നോട് കൈയോടെ വിളിച്ചോണ്ടിരല്ലേ പറഞ്ഞത്? എന്നിട്ട് താൻ പറഞ്ഞിട്ടെങ്കിൽ പോകുന്നു. കരുതാ വേമ വിളിച്ചോണ്ട് വേണോ? ആരാ പ്രിൻസിപ്പള്? ഒരു കഥകളിക്കാരൻ, രാവുണ്ണി നമ്പീശൻ. പണ്ട് വലിയ കളിക്കാരനായിരുന്നൊക്കെയാ പറയുന്നത്. ആർക്കറിയാം? എഴുന്നള്ളില്ലോ. ഇതാണ് പ്രിൻസിപ്പാള്. ഇവരൊന്നും മനസ്സിലായില്ല. അത് തൽക്കാലം മനസ്സിലാക്കണ്ട. എന്തിനാ മാധവനുണ്ണി വന്നത്? തന്നെ വിളിച്ചില്ലല്ലോ. ഇല്ല, അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാലോ എന്ന് വെച്ചു. ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീശൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ? അതിനെന്താ സംശയം? നമ്മുടെ ഭാഗത്ത്. പിന്നെ തന്റെ മൊഴിയെടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്ന് താ പറഞ്ഞതോ? അത് ദൈവദോഷം പറയരുതല്ലോ. അയാൾ നല്ലൊരു കലാകാരനാണല്ലോ. അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ പിന്നെ നമ്മുടെ ഭാഗത്തിന് എന്താ ഒരു ശക്തി? അയാളെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിനോ ഇവിടുത്തെ കുട്ടികൾക്കോ ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതെ, അതങ്ങനെയാണല്ലോ. പിന്നെ അയാൾ മറ്റേ കലാകാരനെന്ന് താൻ കോടതി മൊഴി കൊടുത്തതോ? സാർ, കുറെ കൂടി നല്ല വാക്കുകൾ സംസാരിക്കണം. ഇതൊരു കലാസ്ഥാപനമാണ്. അതുകൊണ്ട് ഇതുപോലെ പോക്കറ്റ് നമ്മുടെ ഇയാളെ സ്തുതിക്കണം ഞാൻ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ഓ, അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം. ആദരവോ? ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവനാണ് ഞാൻ. ഞാൻ നിങ്ങളെയൊക്കെ മുമ്പ് തലകുറച്ച് നിൽക്കണോ? അതൊന്നും വേണ്ട. ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം. കലാകാരന്മാര് കണ്ട ക്രിമിനൽസിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ മാനിക്കണം. ആരാണ് സാർ ക്രിമിനൽ? നന്ദഗോപൻ മാഷോ? അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും. ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിന് നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല. എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. അത് അദ്ദേഹത്തിന് മാത്രം കാര്യമാണ്, എന്റെ വാക്കല്ല. അതുകൊണ്ട് എന്നോട് നീരസം തോന്നരുത്. ഇറങ്ങിപ്പൊക്കെ മുമ്പിൽ ആരാ ഈ നന്ദഗോപൻ? പണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളാ. ഒരു റൗഡി. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു വന്നവനാ. കേസ് വിട്ടുപോയി. അയാളെ തിരിച്ചെടുക്കേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അതിനെതിരെ അയാൾ കേസ് നടത്തുക. ഇതൊന്നും എന്റെ കാലത്തല്ല, ആ നമ്പൂരിച്ചൻ സെക്രട്ടറി ആയിരുന്ന കാലത്താ. കേസ് ഇപ്പോഴും നടക്കുക. പുതിയ കമ്മിറ്റിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ. അവനെ ഇതിന്റെ പരിസരത്ത് വരുത്താൻ കൊള്ളൂല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ. എന്നെ അവന് പുല്ലു വിലയാ. 7 നേരവും കള്ളും കഞ്ചാവും തെറിപ്പാട്ടും പൊടി വട്ടുമുണ്ട്.